പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA എന്നുള്ളത് ഒരു ഡിഗ്രി കോഴ്സാണ്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? അതോടൊപ്പം PGDCA പഠിക്കാൻ മിനിമം എലിജിബിലിറ്റി എന്താണ്? ഇതാണ് ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ PGDCAയുമായി ബന്ധപ്പെട്ട് വന്ന ചില ചോദ്യങ്ങൾ. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കമ്പ്യൂട്ടർ ടെക്നോളജി ഫീൽഡിൽ, സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്യാൻ താല്പര്യം പല കൂട്ടുകാർക്കും ഉണ്ട്. അവരുടെ സ്കിൽ, അവരുടെ കരിയർ എൻഹാൻസ്മെൻറ്റ് അവർ കാണുന്നത് കമ്പ്യൂട്ടർ ടെക്നോളജി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലുള്ള ഫീൽഡിലാണ്. പക്ഷേ ഡിസിഷൻസോ അല്ലെങ്കിൽ മാറിയ ചിന്താഗതിയോ ആകാം മറ്റുള്ള ഫീൽഡിൽ നിന്ന് കമ്പ്യൂട്ടർ ടെക്നോളജിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന കൂട്ടുകാരും വളരെയധികമാണ്. സോ ഇന്ന് ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA എന്നുള്ളത്. തീർച്ചയായിട്ടും PGDCA എന്നുള്ളത് ഒരു ഡിഗ്രി കോഴ്സല്ല, മറിച്ച് ഒരു ഡിപ്ലോമ കോഴ്സാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ PGDCA എന്നുള്ള ഒരു സ്കോപ്പ്, ആ ഒരു കോഴ്സ് പഠിക്കാൻ ബാക്കിയുള്ള കോഴ്സിൽ നിന്ന് മാറി, അതായത് MC ആണെങ്കിലും MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് നോളജ് വേണം, ഈവൻ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് വേണം എന്നുള്ള കാര്യമാണ്. പക്ഷേ BA പഠിച്ച, ഹ്യൂമാനിറ്റീസ് പഠിച്ച കൂട്ടുകാർ, കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കൂട്ടുകാർ, ഇവർക്കൊക്കെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഫീൽഡിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PGDCA എന്നുള്ളത് ഒരു നല്ല സൊല്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ PGDCAയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വരാറുണ്ട്. സോ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഡിഗ്രി കോഴ്സല്ല. വീണ്ടും പറയുന്നു, കാരണം പല കൂട്ടുകാരും ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊരു ഡിഗ്രി കോഴ്സാണെന്നാണ്. അതോടൊപ്പം വേറൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്, PGDCAയിലേക്കുള്ള അഡ്മിഷൻ +2 കഴിഞ്ഞ് ചെയ്യാൻ പറ്റും എന്ന് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്. പറ്റില്ല. മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഡിഗ്രി വേണമെന്നുള്ളതാണ്. പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രി കോഴ്സിൽ എത്ര മാർക്ക് വേണം, കട്ട് ഓഫ് മാർക്കിൻ്റെ കാര്യത്തിൽ വിവിധ മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ഒരു കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്, അതായത് മിനിമം ഡിഗ്രി വേണം എന്ന കാര്യം. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾ മിനിമം ഡിഗ്രി ചെയ്ത ആളായിരിക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ +2 പഠിച്ച ഒരാളാണ്, പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, കമ്പ്യൂട്ടർ ടെക്നോളജി ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA എന്നുള്ളതും അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ADCA എന്നുള്ളതും. എന്താണ് DCA, എന്താണ് ADCA, DCAയും ADCAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, DCAയും ADCAയും PGDCAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ADCAയും DCAയും PGDCAയും MCAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം PGDCAയുമായി ബന്ധപ്പെട്ട് 2-3 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ അറ്റാച്ച് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ എപ്പിസോഡുകൾ കൂടി കാണാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.